ഹലോ ഗായ്സ്, വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ. അങ്ങനെ ഇന്നലെ ബോurnemouthനെ 4-1 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രീ സീസൺ ഗെയിം തോൽപ്പിച്ചിട്ടുണ്ട്. പ്രീമിയർ ലീഗ് ക്ലബ്ബായ ബോurnemouthനെയാണ് യുണൈറ്റഡ് തോൽപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ സീസണിൽ ബോurnemouth യുണൈറ്റഡിനെ തോൽപ്പിച്ചായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു പ്രീ സീസണിൽ യുണൈറ്റഡ് തോൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ യുണൈറ്റഡ് ഒന്നാമതായിരിക്കുന്നു ഗായ്സ്. നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു യുണൈറ്റഡിൻ്റെത്. അങ്ങനെ ഇതുപോലെ തന്നെ സീസൺ തുടങ്ങുമ്പോഴും കളിക്കാൻ സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ഡോർഗുവിൻ്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. ഡോർഗു നന്നായിട്ട് തന്നെ കളിച്ചു. ഡോർഗുവിനെതിരെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു, വന്നിട്ട് അത്ര ക്ലിക്കായില്ലെന്ന്. പക്ഷെ ആള് പ്രീ സീസണിൽ നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. ഒരു പ്രീ സീസൺ സ്റ്റാറായി മാറാതെ ഈ സീസണിൽ നന്നായി തന്നെ കളിക്കട്ടെ. ഫസ്റ്റ് ഗോൾ തന്നെ ഹോയിലൻഡിൻ്റെതായിരുന്നു. അത് മെയ്ഡ് ഇൻ ഡെൻമാർക്ക് ആയിരുന്നു. ഡോർഗുവിൻ്റെ പാസിൽ ഹോയിലൻഡിൻ്റെ ഗോളായിരുന്നു. ഡോർഗു ഒരു ഗോളും ഒരു അസിസ്റ്റും ഉണ്ടായിരുന്നു. മൗണ്ടിൻ്റെ അസിസ്റ്റിലായിരുന്നു ആ ഗോള്. ഹോയിലൻഡ് എന്തായാലും അക്കൗണ്ട് തുറക്കാൻ സാധിച്ചു. ഹോയിലൻഡ് നിലവിൽ ടീം വിടുന്നില്ല. ഇവിടെ തൻ്റെ സ്ഥാനത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് ആൾ ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. RB ലെപ്സിക്കിന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്വാപ്പ് ഡീലിലൂടെ കൊണ്ടുവരുമെന്നൊക്കെയാണ് നിലവിൽ റിപ്പോർട്ട് വന്നിരുന്നത്. പക്ഷെ താരത്തിന് യുണൈറ്റഡ് വിടാൻ താല്പര്യമില്ല. ഇവിടെ തുടർന്ന് ഫൈറ്റ് ചെയ്യാനാണ് ആഗ്രഹമെന്നാണ് ആൾ പറയുന്നത്. പിന്നീട് അമാദിനെ പറ്റി പറയണ്ട. കഴിഞ്ഞ സീസണിൽ തന്നെ ആള് നന്നായി തന്നെ കളിച്ചതാണ്. ടെൻഹാഗ് കുറെ ബെഞ്ചിലിരുത്തി വെറുപ്പിച്ച്. പക്ഷെ ഈ പറഞ്ഞതുപോലെ റൂബൻ അമോറിം വന്നപ്പോൾ ആളുടെ ലെവൽ മനസ്സിലാക്കി ടീമിലെടുത്ത്. കഴിഞ്ഞ സീസണിലും ആൾ സൂപ്പർ തന്നെയായിരുന്നു. നമ്മുടെ പുതിയ സൈനിങ്സ് ഒന്നും ഇല്ലാണ്ട് തന്നെയാണ് നമ്മൾ ഇന്നലെ പ്രീ സീസൺ ജയിച്ചത്. അപ്പോൾ ഇവരും കൂടി വരുമ്പോൾ ടീം എങ്ങനെയാവുമെന്ന് കണ്ടു തന്നെ അറിയണം. എംബിമോയും ഇല്ലായിരുന്നു, അതുപോലെ ക്വിന്നയും ഇല്ലായിരുന്നു. അടുത്ത സീസൺ ഇവർ നന്നായി തിളങ്ങുമെന്ന് വിചാരിക്കുന്നു.